ഹലോ, ലഞ്ച് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി പച്ചടിയാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചേരുവകൾ 150 ഗ്രാം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1/4 ലിറ്റർ തൈര് ഉടച്ചതാണ്, 1 സ്പൂണ് കടുക് പൊടിയാണ്, 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു 3 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കും, 2 ഉണക്കമുളക് കട്ട് ചെയ്ത്, 1 സ്പൂണ് കടുക്, 2 കരിവേപ്പില അരിഞ്ഞിട്ടത്, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇത്രയുമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഗ്യാസ് ഓണാക്കുന്ന, ചട്ടി അടുപ്പത്ത് വെക്കുന്ന, ചട്ടിയൊന്ന് കുറച്ച് നേരത്തിനൊന്ന് ചൂടാക്കണം, കട്ടിയുള്ള ചട്ടിയാണ്. ഈ ഇഞ്ചി പച്ചടി കോട്ടയം സൈഡിലേക്കൊക്കെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ തലേദിവസം നമ്മൾ ഉണ്ടാക്കി വെക്കും. പിറ്റേ ദിവസം നമ്മൾ വിളമ്പും. അതിനായിട്ട് തേങ്ങ അരയ്ക്കാറില്ല, ഇങ്ങനെ തൈര് മാത്രം ഉപയോഗിച്ച് വെക്കുന്ന പച്ചടിയാണ്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇഞ്ചി നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോകണം. ഇത് ചുമക്ക വറക്കണം. ഇപ്പോൾ ഏകദേശം ഇഞ്ചി ചുമപ്പ് കളറായിട്ടുണ്ട്. ഇനി നമുക്കത് കോരാം. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പച്ചമുളക് വറുത്തിടാൻ പോകണം, ഉള്ളി ഇടാൻ പോകണം, സ്വല്പം വേപ്പില ഇടാൻ പോകണം. പച്ചമുളകും ഈ ഉള്ളിയും നല്ല ചുമപ്പ് കളറാകുന്നിടം വരെ ഇതിനകത്തിട്ടൊന്ന് മൂപ്പിക്കുക. പച്ചമുളകും ഉള്ളി ഇപ്പോൾ മൂത്തിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുന്നു. 1 സ്പൂൺ കടുക് ഇതിലേക്ക് ഇടുന്നു. തീ സ്വല്പം കൂട്ടി വെക്കണം. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ ഉണക്കമുളക് ഇതിനകത്തേക്ക് ഇടുക. തീ ഓഫ് ചെയ്ത് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യുന്ന, വറുത്ത് വെച്ചിരുന്ന ഉള്ളി, പച്ചമുളക്, വേപ്പില കൂട്ടത്തിൽ ലാസ്റ്റ് നമുക്ക് ഇടാനുള്ളത് കടുക് പൊടിച്ചതാണ്. തീ ഓഫ് ചെയ്ത് നമ്മൾ ഇനി തൈര് ഒഴിക്കുകയാണ്. തൈര് ചൂടായി നമ്മൾ ഇതിനകത്ത് നിന്ന് കോരിയെടുക്കുന്നു. ഇങ്ങനെ ഇഞ്ചിപ്പച്ചടി ഇങ്ങോട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന അല്ലെങ്കിൽ കടുക് പരിപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടുകിൻ്റെ പരിപ്പ് അത് ഇതിനകത്തേക്ക് വിതറുന്നു. അതിന് ശേഷം നമ്മൾ ഇതിനാവശ്യമായ ഉപ്പിടുന്നു. അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.